ദൃശ്യം 3 കണ്ട എല്ലാ മലയാളികളും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. ഇനി ദൃശ്യം 4 വേണ്ട. ജീത്തു ജോസഫ് ഇനി പിന്നെ അനങ്ങാതിരുന്നാൽ മതി. ഇതുവരെ കിട്ടിയ കാശുകൊണ്ട് തൃപ്തിപ്പെടണം. ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങളെ മാത്രമല്ല ജോർജ് കുട്ടിയെയും ഉപദ്രവിക്കരുത്. അങ്ങേരെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. അങ്ങേരും അങ്ങേരുടെ മക്കളും. ഞങ്ങൾ ഇത് കണ്ട് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഒരുവിധപ്പെട്ട ഈ ഞാൻ വായിച്ച റിവ്യൂകളിലും അതുപോലെ തന്നെ കണ്ട കമൻറ്റുകളിലും അതുപോലെ യൂട്യൂബ് അങ്ങനെയുള്ള ചാനലുകളിലും ഇതേ അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. ഇനി വേണ്ട, ഇത് മതി, ഇതുകൊണ്ട് മതിയാക്കണം. ഇതുകൊണ്ട് ജീത്തു ജോസഫും കൂട്ടരും തൃപ്തിയടയണം. കിട്ടിയ കാശൊക്കെ ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, കാശൊക്കെ വാരിയെടുത്തിട്ടുണ്ട്. ഈ ദൃശ്യം 3 പറ്റി ഞങ്ങൾക്ക്, അതായത് സാധാരണ പ്രേക്ഷകർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഒരു കാര്യത്തിലും തർക്കമില്ല. ആകാംക്ഷയോടുകൂടി അവസാനം വരെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം മണ്ടന്മാരും വിഡ്ഢികളുമായിട്ട് പിന്നെ തിയേറ്ററിൽ നിന്ന് മടങ്ങിപ്പോകുന്നു എന്നുള്ളത് മറ്റൊരു വശം. അതുകൊണ്ട് സിനിമ മോശമാണെന്ന് അർത്ഥമൊന്നുമില്ല. സിനിമ നല്ലതാണ്, തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ജനങ്ങളെല്ലാം ഇടിച്ചു കയറി കാണുന്നുണ്ട്. 56 മണിക്കൂറിനുള്ളിൽ 2-3 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ 100 കോടി ക്ലബിലെത്തി എന്നാണ് പറയുന്നത്. അപ്പം എത്രയോ പൈസ കിട്ടിയിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത്രയും എങ്കിലും പറയാൻ കഴിയുന്നത്. അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ കളക്ഷനെ ബാധിക്കാൻ പോകുന്നില്ല. അല്ല, ഇപ്പം ഈ സിനിമയെപ്പറ്റി നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പൊതുവിൽ മനോഹരമായി എടുത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് മാത്രമല്ല, ഈ സാധാരണ നമ്മൾ സിനിമ കാണുന്നത് ഈ പേക്കോലങ്ങളാണ്. അതിലെ നടീനടന്മാർ ഒരുവിധപ്പെട്ട മനുഷ്യത്വമില്ലാത്ത നടീനടന്മാർ, ഉഡായിപ്പ് കഥകളും പിന്നെ ഉഡായിപ്പ് സംവിധാനവും ഇതൊക്കെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അതിമനോഹരമായൊരു കഥ, അതിമനോഹരമായൊരു പിന്നെ പശ്ചാത്തലം, നല്ലൊരു കുടുംബം, പിന്നെ നല്ല കളർഫുള്ളായിട്ട് എടുത്തിരിക്കുന്നു, ഭംഗിയായിരിക്കുന്നു എല്ലാം. പിന്നെ ഓരോ നിമിഷവും നമ്മൾ പിന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നും എങ്ങനെയാണെന്നും ഉള്ളതിനെപ്പറ്റി പിന്നെ സംവിധായകനും എഴുത്തുകാരനും വലിയ രൂപമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കണമല്ലോ. അതിനുവേണ്ടി എന്തൊക്കെയോ ഒരു അവസാനം കൊണ്ടുപോയി ഒപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇനി 4-ലേക്കുള്ളൊരു സ്കോപ്പും കൂടെ തുറന്നു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഈ നല്ല നടി പിന്നെ മോഹൻലാലിൻ്റെ ഒരു ജനപ്രീതി വെച്ചുകൊണ്ട് ഒരു സിനിമ ഇത്രയും വിജയിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. മോഹൻലാലിന് പകരം വേറൊരാളായിരുന്നെങ്കിൽ ആ സിനിമ ഈ തരത്തിൽ ആകുകയില്ലായിരുന്നു. അപ്പോൾ അത് വിജയിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ നടൻ്റെ ജനപ്രീതി, അത് വിറ്റ് കാശാക്കുന്നു. അതാണല്ലോ കാര്യം. അതിൽ നമ്മൾ ആരെയും കുറ്റം പറയേണ്ടതില്ല. സിനിമ എടുക്കുന്നതും പിന്നെ പത്രം നടത്തുന്നതും ഒക്കെ ആളുകൾ വിചാരിക്കും പത്രം നടത്തുന്നത് പത്രധർമ്മം അതിനു വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയല്ല, പത്രം നടത്തുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളെപ്പോലെ ഈ മലയാളിയൊക്കെ പോലുള്ളവർക്ക് കാശുണ്ടാവുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം കാശില്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും പത്രം നടത്താൻ പറ്റുമോ? ന്യൂയോർക്ക് ടൈംസ് ഏറ്റവും വലിയ ഉദാത്തമായ പിന്നെ പത്രപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിലേറിയ ശേഷം അമേരിക്കയുടെ പ്രതിപക്ഷം ന്യൂയോർക്ക് ടൈംസാണ്. അമേരിക്കയുടെ മനസാക്ഷി പിന്നെ സൂക്ഷിക്കുന്ന ഇപ്പം ന്യൂയോർക്ക് ടൈംസായിട്ട് മാറിയിട്ടുണ്ട്. കാരണം വേറെ ആർക്കും അത് മിണ്ടാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ ന്യൂയോർക്ക് ടൈംസ് എഴുതുകയും കാണിക്കുകയും പിന്നെ വരച്ച് കാണിക്കുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ, പക്ഷേ എങ്കിലും അവർക്ക് പൈസ ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? പൂട്ടിപ്പോയാലും എന്ത് ചെയ്യും? അപ്പം ഇതിൻ്റെയും അടിസ്ഥാനം ഇതൊക്കെ തന്നെ. അപ്പം സിനിമ പൈസ ലക്ഷ്യമാക്കണമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ വേണം. അല്ലെങ്കിൽ പിന്നെ ആ സിനിമ ഓടില്ല, വിജയിക്കില്ല, ആരും കാണില്ല. ജോൺ അബ്രഹാമിൻ്റെ സിനിമയൊക്കെ അമ്മ അറിയാൻ ഈയിടയ്ക്ക് ക്യാൻ സിനിമയിലേക്ക് പോകുമെന്ന് പറയുന്നു. അമ്മ അറിയാൻ എന്നുള്ള ആ പേരൊക്കെ എത്രയോ 40 വർഷം മുമ്പത്തെ ആ സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാശില്ലാത്ത സിനിമകൾ, കാശ് കിട്ടാത്ത സിനിമകൾ, അത് പിന്നെ ക്രമേണ അങ്ങ് വിസ്മൃതിയിലാണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നല്ല സിനിമകൾ എടുക്കണമെങ്കിൽ കാശ് വേണം, പിന്നെ നല്ല നടീനടന്മാർ വേണം, നല്ല കഥ വേണം, ഇതെല്ലാം നല്ലത് വേണം. എന്നാലേ അത് നല്ലതായിട്ട് വരികയുള്ളൂ. അല്ലാതെ ഈ പേക്കോലങ്ങളെ വെച്ച് എന്തെങ്കിലും ഒരു കഥയൊക്കെ തട്ടിക്കൂട്ടി ചെറുപ്പക്കാർ കാട്ടിക്കൂട്ടുന്നത് ആണിപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനൊരു അപവാദമായിരുന്നു ദൃശ്യം. കാശ് മുടക്കി എടുത്തിരിക്കുന്ന നല്ല സീനുകളും പിന്നെ നല്ല ഫോട്ടോഗ്രാഫിയും നല്ല കളർഫുൾ ഡ്രസ്സും എല്ലാം കൊണ്ടും നന്നായിരിക്കുന്നു. പിന്നെ ആകപ്പാടെ കഥയിൽ മാത്രമാണ് നമുക്കൊരു കഥയുടെ അവസാനം, പ്രത്യേകിച്ച് ഈ സിനിമയിൽ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തുകൊണ്ടും ഈ സിനിമ കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെ. അങ്ങനെ നമുക്ക് പറയാനായിട്ട് വേറൊരു സിനിമയില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ പിന്നെ മോഹൻലാലിൻ്റെയും ഒക്കെ ജനപ്രീതിയെ മുതലാക്കുന്ന കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ലൂസിഫർ, പിന്നെ മോഹൻലാലിൻ്റെ ജനപ്രീതി ഉണ്ടാക്കിയ എന്തോ ഒരു ഉഡായിപ്പ് സിനിമ. പിന്നെ അതിൻ്റെ ഒരു 2ാം ഭാഗമായിട്ട് എമ്പുരാൻ, പിന്നെ വന്ന് ഈയിടയ്ക്ക് വന്ന പേട്രിയറ്റ്. ഇതൊക്കെ മനുഷ്യൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇതിൻ്റെയൊക്കെ ഒച്ചപ്പാടും ബഹളവും കഥയോ
ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ കഥ ഒന്നും പ്രശ്നമല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കഥയൊന്നും പ്രശ്നമില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കണ്ടേ, കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കൊരു താല്പര്യം വരണ്ടേ, അതെങ്കിലും വേണ്ടേ ആ മിനിമം. അതില്ലാതെ വെടിയും പുകയും ഒച്ചയും ബഹളവും പിന്നെ ആകപ്പാടെ ഒരു നടൻ്റെ പ്രസൻസും ഇതുകൊണ്ട് മാത്രം ഒരു സിനിമ വിജയിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? എന്തായാലും ഈ സിനിമ എടുക്കുന്നവർ എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. ഒന്നുകിൽ ആളുകളെ ചിരിപ്പിക്കാൻ, അല്ലെങ്കിൽ ആളുകളെ രസിപ്പിക്കാൻ, അല്ലെങ്കിൽ ആളുകളെ കരയിക്കാൻ. ഇങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അവർക്ക് കാശുണ്ടാക്കാൻ, അതായാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഈ സിനിമകളൊക്കെ ഉണ്ടാക്കുന്ന അവർക്ക് കാശുണ്ടാക്കാനാണ്, അല്ലാതെ നമ്മളെ രസിപ്പിക്കാനോ നമ്മളെ ഗുണപ്പെടുത്താനോ ഒന്നുമല്ല. ഇപ്പം സിനിമ വഴി നമ്മൾ ഗുണപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഗുണപ്പെടുമെന്ന് നമ്മൾ കരുതേണ്ടതുമില്ല. അപ്പം പിന്നെ എങ്ങനെയായാലും അതൊരു ഭംഗിയായ രീതിയിൽ ഇത് ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കഥ എങ്ങനെയായിരുന്നാലും, അപ്പോൾ എങ്ങനെയായാലും ഈ ആദ്യത്തെ ദൃശ്യം നമുക്ക് തരക്കേടില്ലായിരുന്നു. അതിനൊരു ഒറിജിനൽ കഥയുണ്ടായിരുന്നു, ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാനത് ഒരു മുഷിപ്പായിട്ട് തോന്നിയില്ല. നല്ലൊരു കഥ, നല്ലൊരു രീതിയിൽ എടുത്തിരിക്കുന്നു. രണ്ടാമത്തേതിന് പിന്നെ വലിയ പ്രസക്തിയൊന്നും കണ്ടില്ല. എന്നാലും കുറേ നേരമൊക്കെ നമ്മളങ്ങ് കണ്ടങ്ങിരുന്നു. ഇപ്പം മൂന്നാമത്തെ അതിലും ഭേദമാണ്. അതിലും നല്ല രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ആ അവതരണം, അതിൻ്റെ ആ ചിത്രത്തിൻ്റെ ആകപ്പാടെയുള്ള ഒരു മനോഹാരിതയാണ്. പിന്നെ ആ നടന്മാരുടെ മികവും. അപ്പോൾ ഇതെല്ലാം പിന്നെ ക്യാമറാമാൻ്റെ കഴിവും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ജോർജ് കുട്ടിയെ വെറുതെ വിടുക. അങ്ങനെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ഇപ്പം അയാൾ കുറ്റമേറ്റെടുത്തു, പോയി ശിക്ഷ കിട്ടുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ശിക്ഷ കിട്ടുന്നത്? അതിന് തെളിവ് വേണ്ടേ? ഇത്രയും വർഷത്തിന് ശേഷം എന്ത് തെളിവാണ് പ്രോസിക്യൂഷന് കാണിക്കാൻ കഴിയുക? ഞാനാണ് കുറ്റം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. ഇനി കുറ്റം എന്താണ്? തലതെറിച്ച ഒരു പയ്യൻ മകളെ മകൾക്ക് വേണ്ടി ചെല്ലുന്നു. ഇനി മകളെ കിട്ടുന്നില്ലേ അമ്മയായാലും മതി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക അധപ്പതനം. അങ്ങനെയുള്ളൊരു മകനാണ്. ആ മകനെ വളർത്തി അപ്പനെയും അമ്മയ്ക്കിട്ടും 2 കൊടുക്കുകയാണ് വേണ്ടത് വാസം പറഞ്ഞാൽ. അതിന് പകരം ഇവരെ ഉപദ്രവിച്ചുകൊണ്ട് പുറകെ നടക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരിച്ചാണ് വേണ്ടത്. അവരെ ജനം ഉപദ്രവിക്കുക. നമ്മുടെ സാംസ്കാരികപരമായിട്ട് അവർ ഈ അനുദിനം മാനസികമായിട്ട് തകർന്നു പോകണം. കാരണം അങ്ങനെ ഒരു മകനെ വളർത്തിക്കൊണ്ടുവന്ന് ആ രീതിയിലുള്ളൊരു മകനെ വളർത്തിക്കൊണ്ടുവന്നതിനുള്ളൊരു പരിഹാരമായിട്ട്, പ്രായശ്ചിത്തമായിട്ട്, അതിന് പകരം ഈ കുടുംബത്തെ വേട്ടയാടുന്നു എന്നുള്ള ഒരു കഥയാണ് മെനഞ്ഞെടുക്കുന്നത്. എന്തായാലും കഥയിൽ ചോദ്യമില്ല, നമുക്കതിൽ വിരോധവുമില്ല. ഇവർ കാശുണ്ടാക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ താനും. പക്ഷേ ഇനി മതി ജിത്തു ജോസഫ്, ഇവിടം കൊണ്ട് നിർത്തണം. ഇനി 4ാം ഭാഗമൊന്നും തന്ന് ഞങ്ങളെ അങ്ങ് സേവിച്ച് കളയരുതേ. ഞങ്ങളെ അങ്ങ് സിനിമാ പ്രാന്തന്മാരും പ്രാന്തികളുമൊക്കെ ആക്കി മാറ്റരുതേ എന്നൊരു അപേക്ഷ.